ഗായ്സ്, ദ ഗെയിമിംഗ് ഷഫാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ന്യൂ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ബ്രിട്ടമീറ്റർ ഇന്ത്യ എന്നാണ് പേര്. ഇത് KSRTCയുടെ സ്വിഫ്റ്റാണ്. ഇത് ഏത് മോളിലെന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ അതിൽ രണ്ട് ഏത് ഞാനത് മൂടിടാൻ പോവാണ്. നമുക്ക് പുതിയ മാപ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുപോയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിപ്പം കൊച്ചി ടു സേലം എടുക്കാം. കൊച്ചി ടു സേലം പരസ്യം. നമുക്കിത് തുടങ്ങാം. ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടേച്ച്. നിങ്ങളൊന്നും വിചാരിക്കുന്നത് ഇത് ബുധനാഴ്ച ആയിരിക്കും വരുന്നത്. ഇത് ബുധനാഴ്ച ആയിരിക്കും വരുന്നത്. ഇത് ഇന്നലെ വന്ന ഗെയിമാണ്. ഇത് ബുധനാഴ്ച ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിത് തുടങ്ങാം. ഓക്കെ. വണ്ടി എടുക്കുക. ഇത് കണ്ടോ, ഡിഫൻഡറൊക്കെ കിടക്കണ കണ്ടോ ഗായ്സ്. നമ്മളിത് ഒറ്റയടിക്ക് തട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റ് തട്ടി 99% തട്ടാൻ പാടില്ല. ഇൻഡിക്കേറ്റർ ഇടാം. ഇത് പാർട്ട് 1 ആയിരിക്കും. പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിടാം. പാർട്ട് 2 ഇടാം. ലോറിക്കാരൻ കടന്നു പോകുന്നുവല്ലേ, നമുക്ക് അവനെ വെട്ടിക്കാം. ലോറിക്കാരൻ പിടിക്കണം. അത് ശരിക്കും എവിടത്തെ ലോറി, അതൊന്നും ഇതാവുന്നില്ല. ഒരു ബൈക്കാരൻ പോന്നു. ഇത് ബൈക്കാരൻ പോന്നു. അത് 5ാമത്തെ ഗിയറിലാണ് ഇപ്പം പോകുന്നത്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പോവാം നമുക്ക്. ഓക്കെ, ആ ബൈക്ക് ഏതാണെന്ന് നിങ്ങളൊന്ന് പറയാ. അടുത്ത മാപ്പ് വന്നു. ആഡ്. നമ്മൾ ഈ ആഡ് കട്ടിയിട്ടായിരിക്കും നമ്മൾ ആഡ് കട്ടിയിട്ടായിട്ട് ഇടുന്ന. നമ്മൾ ഭയങ്കര ഫാസ്റ്റിലാണ് പോകുന്നത്. വണ്ടി കത്തിക്കണം. വൈപ്പർ കണ്ടിട്ടു പിന്നെ വണ്ടി അങ്ങ് ഓടിച്ച് ചവിട്ടി വിടാം. ഇപ്പോൾ പെട്രോൾ പമ്പ് 186 രൂപയുള്ളൂ. ഇതേതാ MG കോമറ്റ് നമ്മൾ നൈസായിട്ട് തട്ടിയിട്ടുണ്ട്. 5ാമത്തെ ഗിയറിലാണ് വന്ന് സെക്കൻഡ് ഗിയറിലിട്ട് 3rd ഗിയറിൽ കിടക്കുന്നത്. അത് നേരെ നമുക്ക് ഫുൾ ടാങ്ക് 330 രൂപ 22 ലിറ്റർ അടിക്കാൻ നോക്കാം. ഇംഗ്ലീഷില്ല, മറ്റേ ഇന്തോനേഷ്യ വരുമ്പോൾ ഇന്തോനേഷ്യ ഭാഷയില്ല. നമ്മുടെ ഇന്ത്യൻ ഭാഷ ഇംഗ്ലീഷ്. വണ്ടി ഓടിക്കാൻ പാടാണ്. കണ്ടോ കണ്ടോ തീരുന്നു. ഇത് ഏതാ മോഡലിന് പറയാം. മോഡലിന് പറയാം. ഇന്ത്യയിലെ റോഡല്ലേ കാണക്കാൻ. അവന്മാര് ഓണടിക്കണം. ഇടോ ഉണ്ടായിരിക്കുകയാണ്. കണ്ടിനെ താൻ പൊക്കി വന്നു. ഷിഫ്റ്റും കൊണ്ട് വന്നേക്കുന്നു. വണ്ടി ചവിട്ടി വിടാൻ നമുക്ക്. മാക്സിമം സ്പീഡ് എടുക്കുന്നതായിരിക്കും. ഒറ്റ വണ്ടി ഇല്ലാതെ ലോറി. ഇത് ഏതാ ലോറിയെന്ന് നിങ്ങൾ
കണ്ടോ ഇന്ത്യയിലെ ഞാനിത് കണ്ടിട്ടില്ല അങ്ങനെ തട്ടിപ്പൊട്ടി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ വേണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, വോയിസ് ഓവർ വേണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏതാ വേണ്ടത് നിങ്ങൾ പറയുക. വോയിസ് ഓവർ വേണോ അതോ വോയിസ് ഓവർ വേണ്ടാത്ത വീഡിയോയാണ് വേണ്ടതെന്ന് പറയാം. നമ്മൾ വായ്പ ഇട്ടിട്ടുണ്ട്, അങ്ങ് ഇങ്ങനെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യുമ്പോൾ പാടായിരിക്കും. വണ്ടി നമ്മൾ ഇങ്ങനെ തേടിലിട്ട് പോവുക, വണ്ടിക്ക് തന്നെ സ്പീഡ് കുറയുന്നേ. ഇതേതാ വണ്ടി ഗായ്സ്? നമ്മുടെ നെക്സോണല്ലേ ഇത്? അത് കത്തിച്ചു പോകുന്നു. നമുക്ക് അതിന് പിടിക്കണ്ടേ? ഫോർത്ത് ഗിയറിലിട്ട് പെട്ടെന്ന് പിടി അവനെ അങ്ങ് പിടിക്കണം ഗായ്സ്. നമ്മൾ നെക്സോണായിട്ട് റേസ് വെക്കുക. നെക്സോൺ അവിടെ പോവാ. നെക്സോൺ 99 വരെ ഇത് പോകത്തുള്ളൂ. ഫിഫ്ത്ത് ഗിയർ നെക്സോൺ വണ്ടിക്ക് ഓട്ടോറിക്ഷക്കാരൻ ആൾക്കാരെ വെട്ടിച്ച് ഞാനും വെട്ടിച്ച് എല്ലാത്തിനെയും വെട്ടിച്ച്. നമ്മൾ എൻ്റെ ബസ്സിനെ വെട്ടിക്കാൻ പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ബസ്സിനെയും വെട്ടിച്ചേക്കുവാണ്. കണ്ടോളൂ ഗായ്സ്, ഇത് സ്കോർപ്പിയോനെ വെട്ടിച്ച് ഞാനോനെ വെട്ടിച്ച്. ഫയർഫോക്സൊക്കെ വരുന്നു. ഒരു അപകടം നടന്നിട്ടുണ്ട്. ബൈക്കാനും വെട്ടിച്ച്, MG കോമറ്റിനെയും വെട്ടിച്ച്, എല്ലാത്തിനെയും വെട്ടിച്ച്. നമ്മളതേ പോകുന്നു. ഇനി 6ാമത്തെ ഗിയറിടാം. വീണില്ല അല്ലേ? ആ ചേഞ്ച് അവിടെ. ഓക്കെ, 6ാമത്തെ ഗിയർ വീണ് ഈ വണ്ടി കത്തിക്കല. അടുത്ത കാറുകാരനെ നമ്മൾ വെട്ടിച്ച്. ഇത് ഫ്രണ്ടിൽ ആ ലോറി പോകുന്നത്. നിങ്ങൾ അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ കാണിക്കും ഞാൻ. ഇത് പാട കേറ്റ തേർഡ് ഗിയറിലോട്ട് ഇട്ടിട്ടങ്ങ് പോകണം. എൻ്റെ ട്രിക്കാ പുതിയ ഒരു 20 സ്പീഡിന് മുമ്പേ അങ്ങ് തേർഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പോകും ഗെയിമിനകത്തെ. നമ്മൾ ഇത് തുടങ്ങുകയാണ്. നമ്മളെവിടം വരെ എത്തി. അപ്പം ഇതിപ്പോൾ നമ്മളെവിടം വരെ പോകണ്ടേ? ഞാൻ നോക്കട്ടെ. പാലക്കാടോ? സേലത്തിന് പാലക്കാട് പോകണം. പക്ഷെ ഇത് പാലക്കാട് മാപ്പ് കാണില്ല. അതെങ്ങനെയാണ് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊച്ചി ടു സേലം. എന്നിട്ട് അതിൻ്റെ പാലക്കാട് റൂട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് ഒരു മനസ്സിൽ. പാലക്കാട് റൂട്ടിൽ പോകാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റിയൽ ലൈഫിൽ അങ്ങനെ പോകാൻ പറ്റും കമൻറ്റ് ചെയ്യുക. പോയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മളാണ് ഓടിച്ച് എത്തി. ഫോർത്ത് ഗിയർ സെലക്ട് ആയില്ല. അവിടെ പിന്നെയും നമ്മൾ സെലക്ട് ആക്കി. ബസ്സുകാരനെ വെട്ടിക്ക് വെട്ടിച്ച്. ഇനി ആട്ടോറിക്ഷക്കാരനും ഞാനോക്കാരനെയും നോക്കിയാൽ മതി. ഞാനോക്കാരനെയും വെട്ടിച്ചു. ഇത് അടുത്ത ട്രക്കും നമ്മൾ ഓവർടേക്ക് ചെയ്തതിന് വിടും. കാരണം ഈ ബസ് നേരെ കൊണ്ട് എൻ്റെ പോയിക്കണം ഹോണടിക്കരുത്. ആട്ടോറിക്ഷനെ പറ്റിച്ച് കാറിനെ പറ്റിച്ച്. ഇതേ പോകുന്ന നെറ്റ്സോൺ ഇത് തന്നെ സംഭവം. ഇനി അങ്ങ് വെട്ടിച്ച് വെട്ടിച്ച്. ഇത് ആംബുലൻസ് ഈക്കോനെ നമ്മൾ വെട്ടിച്ചു. എല്ലാത്തിനും വെട്ടിച്ചു. ഇത് അടുത്ത നെറ്റ്സോൺ. ഗൈസ്, നമ്മളിത് എൻ്റെ വെട്ടിക്കുന്ന അവനെ വെട്ടിക്ക്
MG കോമറ്റ് കാനൊക്കെ വെട്ടിക്കട്ടെ. അവനെ തട്ടിച്ചു. ഇവിടുത്തെ ഏതോ ഒരു കാതുകാരൻ അവനെയും വെട്ടിച്ചു. കാറിൻ്റെ കമ്പനി എനിക്കറിയില്ല. ആനെ നമ്മൾ വെട്ടിച്ചു. കാതാനെയും പിടിച്ചു. നമ്മൾ 6ാമത്തെ ഗീത ഇട്ടു. നീ പറക്കും. പറക്കും. നെക്സോണം പറ്റിച്ച് ഞാൻ ഇവിടെ സൈഡാക്കട്ടെ. ഇത് നമ്മുടെ തനി പാലക്കാട്. ഇത് പാലക്കാടാണോ ഗൈസ്? ആണോ? ഇവിടെ ഇങ്ങോട്ട് വണ്ടി നിർത്തി. ഞാൻ ഡോറൊന്ന് കണ്ട് ലൈറ്റ് കത്തിയില്ലേ? സീറ്റോണി കാണും. അപ്പോൾ ഗൈസ് ഞാനിവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. നിങ്ങൾ ഇത് ഈ വീഡിയോ കാണുമ്പോൾ ബുധനാഴ്ചയായിരിക്കും കാരണം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് റെക്കോർഡ് ചെയ്യുന്നത്. തിങ്കളാഴ്ച ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തിങ്കളാഴ്ച. ഇപ്പം ഡേറ്റ് 20 അല്ല, ഇന്ന് 30. നമ്മളിത് 1-ാം തീയതി ഇടുന്നതായിരിക്കും. 1-ാം തീയതി നമുക്ക് ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ 1-ാം തീയതി നമ്മൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണുന്നതിന് താങ്ക്സ്, വലിയ താങ്ക്സ്. നിങ്ങൾ കാണാൻ എനിക്ക് 89 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കാണും, സ്കിപ്പ് അടിച്ച് കളയല്ലേ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഒക്കെ ഇടുന്നതെന്ന്. നമ്മൾ ബസ്സിനകത്ത് അല്ല, നമ്മൾ ഇത് എങ്ങനെ പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുക്കുന്നതെന്ന് പറയാം, ആപ്പ് സ്റ്റോറിലും അടിച്ചു കൊടുക്കുന്നതെന്ന് പറയാം. നമ്മളിത് ആൻഡ്രോയിഡ് ഫോണിൽ അടിക്കുന്നെങ്കിൽ ബസ് കിലോമീറ്റർ ഇന്ത്യയിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ആപ്പ് സ്റ്റോറിലും അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, ആപ്പ് സ്റ്റോറിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇന്ത്യയിൽ ഐഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതിന് 724 MB മറ്റേ ഇന്തോനേഷ്യക്ക് 387 അങ്ങാണ്ട് MB ഉണ്ട്. പിന്നെ ട്രക്ക് കിലോമീറ്ററിന് മൂടും കയറ്റാനും പറ്റില്ല. 400 MB ഉണ്ട്. ഞാൻ അത് 2-3 കളിച്ചിട്ടാണ്, പക്ഷെ MB ഞാൻ നോക്കിയിട്ടില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. എൻ്റെ പാർട്ട് 2 വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ ഗായ്സ്. ഇത് പറഞ്ഞ പോലെ ഇതിൻ്റെ മാപ്പ് ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, മാപ്പ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. നമ്മളിത് ബസ്സിനകത്ത് ഇന്തോനേഷ്യയിൽ മാപ്പ് ഇടുന്ന പോലെ ഇടുന്നു. പക്ഷെ അത് കുറച്ച് മാപ്പ് കണ്ടിട്ടില്ല. വരുന്ന അപ്ഡേറ്റിൽ വയ്ക്കും. അറിയാത്തവർക്ക് ഞാൻ പറയുന്നതാണ്. നമ്മളിപ്പോൾ കൊച്ചിയിൽ ഞെക്കിയിട്ട്, ഉദാഹരണമാണ്, കൊച്ചി ഞെക്കിയിട്ട് സ്ഥലത്ത് ഞെക്കുക. എന്നൊരു ഗോന്നൊരു ബട്ടൺ കാണൂലേ, അല്ലെ, 2 ഞെക്കി കഴിയുമ്പോൾ സൈഡിൽ ഗോന്ന് കാണും, അത് ഞെക്കുക. അങ്ങനെയാണ് നമ്മൾ മാപ്പ് ഇടുന്നത്. പെട്ടെന്നുള്ള മാപ്പ് ഞാൻ ഇടാൻ നോക്കട്ടെ. നല്ലൊരു മാപ്പ് കണ്ടുപിടിക്കണം.
ട്രാഫിക് മോഡ് ഞാൻ കൊണ്ടുവരും, കണ്ണൂർ ട്രാഫിക് മോഡ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ബൈ ഗായ്സ്, നിങ്ങൾ കാണുക തീർച്ചയായിട്ടും. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.